യേശുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിറ്റ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൈനർ സെമിനാരിയിലെ പരിശീലനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും കൂടെ അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പരിശീലനത്തിൻ്റെ ഘട്ടമായ തത്വശാസ്ത്ര പഠനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, മൈനർ സെമിനാരിയിൽ നമ്മൾ അവിടെ നടക്കുന്ന പരിശീലനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചു. ഇനി അവരുടെ ഈ പുരോഗതി എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? പഠനമെല്ലാം സക്സസ്ഫുൾ ആയിരുന്നോ? നമുക്ക് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? ഓരോ വൈദിക വിദ്യാർത്ഥിയെയും വളരെ അടുത്ത് പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അനുധാവനം ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ വിധത്തിലുള്ള എല്ലാ തലത്തിലുമുള്ള പുരോഗതി അവർ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പഠനത്തിലുള്ള പുരോഗതി, ആധ്യാത്മിക കാര്യങ്ങളിലുള്ള പുരോഗതിയും ശുഷ്കാന്തിയും, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ അതെങ്ങനെയാണ്, നന്നായിട്ട് എല്ലാവരുമായിട്ട് ഒത്തുപോകാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പക്വത, ഓരോ കാര്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഓരോ അവസരത്തിലൊക്കെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും, അതായത് വൈദിക പരിശീലനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുമുള്ള ഒരു വ്യക്തിയുടെ പുരോഗതിയെ വൈദിക പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് തന്നെ വർഷത്തിൽ ഒരു തവണയെങ്കിലും റെക്ടറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയെക്കുറിച്ചും, വ്യക്തിപരമായിട്ട് ഓരോ വിദ്യാർത്ഥിയെക്കുറിച്ചും ചർച്ചയുണ്ടാകും. അപ്പോൾ ഓരോ മേഖലയിലുമുള്ള വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ എവിടെയാണ് കുറവ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ്, ആ ചർച്ചയിൽ ആധ്യാത്മിക പിതാവ് ഉണ്ടാകില്ല, സ്പിരിച്വൽ ഫാദർ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഫാദറിനോട് ഇദ്ദേഹത്തിൻ്റെ വിശ്വസിച്ചുകൊണ്ട് തന്നെ, ഇദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മനസാക്ഷി റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് രഹസ്യാത്മകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയല്ല, ഈ വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ച് വിലയിരുത്തും. ഇപ്പോൾ സന്യാസ സമൂഹങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേജർ സെമിനാരിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നൊവിഷ്യറ്റ് കാലം മുതൽ തന്നെ 2 തവണ വിലയിരുത്തും എന്നുള്ളതാണ്. വർഷത്തിൽ 2 തവണ വിലയിരുത്തും. അപ്പോൾ ഈ വിലയിരുത്തൽ തന്നെ അവസാനം ഇതിൻ്റെ റിപ്പോർട്ട് എഴുതുന്നത് റെക്ടറാണ് ഓരോരുത്തരെക്കുറിച്ച്. അതിന് തന്നെ ഒരു ബുക്കുണ്ട്. ബുക്കിങ്ങനെ പരിശീലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പാസ് ചെയ്യുകയാണ്. ഇപ്പം നോവിഷ്യറ്റ് അല്ലെങ്കിൽ മൈനർ സെമിനാരിയിലെ ഉള്ള റിപ്പോർട്ട് പിന്നെ മേജർ സെമിനാരിയിലേക്ക് ഫിലോസഫിയിലേക്ക് പോകുമ്പോൾ അവിടേക്ക് കൊടുക്കും. ഫിലോസഫി, കാരണം കുറേ പേജുകളുള്ള ബുക്കാണ്. ഫിലോസഫിയുടെ പഠനം കഴിയുമ്പോഴത്തേക്കും പിന്നീട് തിയോളജി സെക്ഷനിലേക്ക് ഇത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വൈദികനായി കഴിഞ്ഞിട്ടുള്ള എല്ലാവരെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് അത് എപ്പോഴും സൂക്ഷിക്കും എന്നുള്ളതാണ് ഇങ്ങനെയായിട്ടുള്ള. അപ്പോൾ ഇവിടെ പഠന സംബന്ധമായിട്ട് മാനസികമായിട്ടുള്ള പക്വത, മറ്റവരോടുള്ള ഇടപെടൽ, ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി, മാനുഷിക പക്വത, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ വിലയിരുത്തലിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക്, പരിശീലന ഘട്ടത്തിലേക്ക് ഒരാളെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പം ചിലപ്പോൾ ഇദ്ദേഹത്തിന് അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ്, ഈ പുരോഹിതനാകാനായിട്ടുള്ള
താല്പര്യം ഒരാഭിമുഖ്യം ഇല്ല ഇല്ല എന്ന് അധികാരികൾ മനസ്സിലാക്കുകയാണ്. അപ്പം കാലാകാലങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടാകുന്നുള്ളതാണ്, പ്രോത്സാഹനം ഉണ്ടാകും. എന്നിട്ടും അതിനുള്ള ഒരു പുരോഗതി കാണുന്നില്ലെന്നുണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വം നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളും തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുകയും ചിലപ്പോൾ ഇത് തൻ്റെ വിളിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും, ഈ മനസ്സെമിനാരി കഴിയുമ്പോഴത്തേക്കും ഒരു 30% ഒക്കെ ചിലപ്പോൾ പിൻവാങ്ങുന്ന ആയിട്ട് കാണുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ഇത് പലപ്പോഴും പൊതുവിൽ വരുന്നൊരു ചോദ്യമാണ്. സെമിനാരി പരിശീലന കാലത്ത് ചിലപ്പോൾ സെമിനാരി അധികാരികൾ പറഞ്ഞു വിട്ടവരായിരിക്കാം. അവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ സഭയുടെ വിരുദ്ധരായി മാറുന്നു, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഇല്ലാതാകുന്നു, വൈദികർക്കെതിരൊക്കെ ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ അതിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തായിരിക്കാമെന്ന് ആണ് അച്ഛന് തോന്നുന്നത്? ചുരുക്കം ചിലരുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ മനസ്സന്മാരുടെ കഴിഞ്ഞിട്ട് പോകുന്നവരല്ല, വൈദിക പരിശീലനത്തിന് ഇടയിൽ ചിലപ്പോഴും 5 വർഷം 10 വർഷമൊക്കെ പിന്നിട്ടതിന് ശേഷം ഈ വൈദിക പരിശീലനത്തിൽ നിന്നൊക്കെ പിൻവാങ്ങി തിരിച്ചു പോകുന്നവരുണ്ട്. അവരിൽ ചിലർ സഭയ്ക്ക് വിരുദ്ധമായിട്ട് ഒക്കെ ചിലപ്പോൾ പെരുമാറുന്നത്, സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ വൈദിക പരിശീലനത്തിൻ്റെ ഇടയിലുള്ള അവരുടെ ചില അനുഭവങ്ങളായിരിക്കാം, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ. ഇപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റെക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വൈദിക പരിശീലനത്തിന് സഹായിക്കുന്നവർ റെക്ടറും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഈ സെമിനാരിയിൽ സൃഷ്ടിക്കണമെന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പെരുമാറാനായിട്ടുള്ള ഒരു അവസരം സംജാതമാക്കണം, അതിനുള്ള സാഹചര്യം സംജാതമാക്കണം എന്നുള്ളത്. ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ചെയ്യുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സ്വതന്ത്രമായിട്ട് സുതാര്യമായിട്ട് വൈദിക വിദ്യാർത്ഥികൾക്ക് പെരുമാറത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ചിലപ്പോഴെങ്കിലും നിയമം അത് കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കുന്ന, അതിനനുസരിച്ച് ചിലപ്പോഴെങ്കിലും ശിക്ഷിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും പൗരോഹിത്യത്തിലെ അധികാരികളെക്കുറിച്ച് ഒക്കെ ഓർക്കുന്നത്. അതൊരു പക്ഷേ കാരണമായേക്കാം. അതൊരു കാരണം, പ്രത്യേകിച്ചും 10 വർഷമൊക്കെ പരിശീലനമൊക്കെ കിട്ടിയതിന് ശേഷം, ലഭിച്ചതിന് ശേഷമൊക്കെ ചിലപ്പം ചിലരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കും, തുടരണമെന്നും വൈദികനാകണമെന്നും ഒക്കെ താല്പര്യം കാണും. പക്ഷേ അതിന് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെയൊക്കെ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടാണ് പ്രയാസം. അല്ലാതെ മൈനർ സെമിനാരിയിൽ നിന്നൊക്കെ പറഞ്ഞു വിടുന്ന ആൾക്കാരിലെ പോകുന്ന ആൾക്കാർക്ക് അത്രയും ഉണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ വൈദികനാകണമെന്ന് താല്പര്യം ഉണ്ടാകും, പക്ഷേ അധികാരികൾ അത് നിരുത്സാഹപ്പെടുത്തുക, സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം നഷ്ടപ്പെട്ടില്ലേ എന്നുള്ള ഒരു ദുഃഖവും ഒരു പ്രയാസമൊക്കെ ഉണ്ടാകാം. ഈ സെമിനാരി ഇനി പുറത്തു പോയാൽ എന്താണെന്നുള്ളൊരു അരക്ഷിതാവസ്ഥയൊക്കെ കാണും. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് നയിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ സാറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് പറയണമെന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ സെമിനാരിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല, വൈദിക പരിശീലനം നൽകി ഒരു നല്ല വൈദികനായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ 10 കൊല്ലമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളത് നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുമ്പോൾ അതിനെന്തെങ്കിലും ഗൗരവമുള്ള കാരണമുണ്ടായിരിക്കും. കാരണം വൈദികനാകാൻ വേണ്ട ചില യോഗ്യതകൾ, വൈദികനായതിനു ശേഷം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് സഭയ്ക്കുണ്ട്. അതിന് പറ്റാത്ത ഒരാളെ വൈദികനാകാനായിട്ട് അനുവദിക്കുമ്പോൾ, വൈദികനാക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല പ്രശ്നം
ഉണ്ടാകുന്നത്. അദ്ദേഹം എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു അവിടെയുള്ള സമൂഹങ്ങളിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ താല്പര്യം ഉണ്ടെങ്കിലും ശരി, പിന്നീട് അദ്ദേഹം ഉണ്ടാക്കാനായിട്ട് ഇടയുള്ള ചില പ്രശ്നങ്ങൾ, അത് വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാക്കാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, സഭയ്ക്കുണ്ടാകാവുന്ന പൊതുവായിട്ടുള്ള അതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതുണ്ടാകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ശരി, ഉപരി നന്മ കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. അപ്പം ചിലപ്പോൾ ചില ഗൗരവമായിട്ടുള്ള കാരണങ്ങൾ കാണും. പൗരോഹിത്യ ജീവിതത്തിന് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഴ്ച, ഗൗരവമായിട്ടുള്ള വീഴ്ച സംഭവിച്ചായിരിക്കാം, അത് അറിയുന്നത് അവസാന ഘട്ടത്തിലായിരിക്കാം, ഇതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. അക്കാര്യമൊക്കെ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ വ്യക്തി മറ്റുള്ളവരോട് പറയില്ല. യഥാർത്ഥ കാരണം വെളിപ്പെടുത്താത്ത സംഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അച്ഛാ, നമ്മൾ ഇത്രയും സമയം നമ്മൾ ഈ ഏതാനും എപ്പിസോഡുകളായിട്ട് മൈനർ സെമിനാരിയിലെ പരിശീലനത്തെക്കുറിച്ചും ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിച്ചു. നമുക്കിനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഉള്ള സമയമായി. തത്വശാസ്ത്ര പഠനത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഈ പൗരോഹിത്യ പഠനത്തിൽ തത്വശാസ്ത്ര പഠനത്തിനുള്ള പ്രസക്തി എന്താണെന്നൊന്ന് അച്ഛനൊന്ന് വിവരിച്ചുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും തോന്നുന്നു. കത്തോലിക്ക സഭയിൽ വൈദിക പരിശീലനം നേടുന്ന എല്ലാ അർത്ഥികളും തത്വശാസ്ത്ര പഠനം നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം എന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് എല്ലാ സെമിനാരികളിലും തത്വശാസ്ത്ര പഠനം നിർബന്ധമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തത്വശാസ്ത്ര പഠനം 3 വർഷമാണ്. എല്ലാ സ്ഥലത്തും തന്നെ 3 വർഷമാണ്. എക്സെപ്ഷൻസ് ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ എന്തിനാണ് തത്വശാസ്ത്ര പഠനം വൈദികനാകാനായിട്ടുള്ള ആളുകൾ? കാരണം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തത്വശാസ്ത്ര പഠനം എത്രമാത്രം സഹായിക്കും എന്നുള്ളൊരു സംശയം തത്വശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഉണ്ടാകും. ചില അച്ഛന്മാർ തന്നെ ചോദിച്ചു, എനിക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരം തത്വശാസ്ത്ര പഠനം കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചുരുക്കമായിട്ടെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്. തത്വശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ തുടക്കത്തിൽ ലഭിക്കാത്തതായിരിക്കും. അതിൻ്റെ കാരണം കൊടുക്കാത്തതായിരിക്കുമല്ല, ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞത് ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസിനൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ചോദിക്കുന്ന ആളുണ്ട്. അങ്ങനെ ഉള്ള ആളുകളുണ്ട്. തത്വശാസ്ത്രമാണല്ലോ ഇങ്ങനെയായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ വിവിധ കാലഘട്ടങ്ങളിലും വിവിധ ദേശങ്ങളിലും രൂപം കൊണ്ട പ്രധാനപ്പെട്ട തത്വചിന്തകളുടെയും ദർശനങ്ങളുടെയും പഠനത്തിനാണ് തത്വശാസ്ത്ര പഠനത്തിൽ ഊന്നൽ കൊടുക്കുന്നത്, പഠനത്തിൻ്റെ അവസരത്തിൽ ഊന്നൽ കൊടുക്കുന്നത്. അതായത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദേശങ്ങളിൽ രൂപം കൊണ്ട തത്വചിന്തകൾ, ദർശനങ്ങൾ, അപ്പോൾ ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ്, പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന് ബുദ്ധിയും ചിന്തയും യുക്തിയും കൊണ്ട് രൂപം കൊടുത്ത ദർശനങ്ങളാണ്. അവൻ്റെ ബുദ്ധിയും ചിന്തയും യുക്തിയും കൊണ്ട് രൂപം കൊടുത്ത ദർശനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദർശനങ്ങൾ പ്രത്യേകിച്ച് ഭൗതികാതീതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് തത്വശാസ്ത്ര പഠനം. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ചിന്തയായിരിക്കാം, അതേക്കുറിച്ചുള്ളൊരു പഠനമാണ്. ഉദാഹരണമായിട്ട് ചിന്തയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. എൻ്റെ ചിന്തയെക്കുറിച്ചാണ്. അപ്പം മനസ്സിൽ കൂടെ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം നമുക്കറിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ, ഉദാഹരണമായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, പ്രപഞ്ചമുണ്ട്, അതെങ്ങനെ, എവിടെ നിന്ന്, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ അസ്തിത്വം. അപ്പം നമ്മുടെ കാഴ്ചയിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ ഉണ്ടായി, ഇതിനെക്കുറിച്ച് മനുഷ്യനിങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ രൂപം കൊടുക്കുന്ന ചില ചിന്തകളുണ്ട് യുക്തിയുടെയൊക്കെ വെളിച്ചത്തിൽ. ഇപ്പം മനുഷ്യനെക്കുറിച്ച്
പ്രപഞ്ചത്തെക്കുറിച്ച്, ഇവയുടെ അസ്തിത്വത്തെക്കുറിച്ച്, അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ച്, ചിന്തയെക്കുറിച്ച് ഒക്കെ, അവൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനം ഏത് പ്രോസസ്സിലൂടെയാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്? എൻ്റെ ഇച്ഛാശക്തി എന്നുള്ളത് പറയല്ലോ, എൻ്റെ വിൽ പവർ. അപ്പം വിൽ പവർ എന്ന് പറയുന്നത്, ഇച്ഛാശക്തി എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ചില നിഗമനങ്ങളൊക്കെ എത്തുകയാണ്. ഉദാഹരണമായിട്ട് സെമിനാരിയിൽ വളരെ പല കാലഘട്ടങ്ങളിലുള്ള ഉള്ള പല ദേശങ്ങളിൽ രൂപം കൊണ്ട തത്വദർശനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പ്ലേറ്റോ, സോക്രട്ടീസിനെ കുറിച്ച് അധികം പഠിപ്പിക്കുന്നില്ല. പ്ലേറ്റോയുടെ ഗുരുവായിരുന്നു സോക്രട്ടീസ്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിങ്ങനെയുള്ള ഗ്രീക്ക് ജ്ഞാനികളെക്കുറിച്ചും അത് എല്ലാ സെമിനാരികളിലും പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ സെമിനാരികളിലും ഈ ചിന്തകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യ, രാമാനുജ, അപ്പോൾ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ തത്വ ചിന്തകരുടെ ദർശനങ്ങളെക്കുറിച്ചും, പിന്നെ മോഡേൺ ഫിലോസഫി എന്ന് പറയുന്ന ആധുനിക ചിന്തകന്മാരായിട്ടുള്ള ഡെക്കാർട്ട്, സ്പിനോസ, ഇമ്മാനുവൽ കാന്റ്, ഹേഗൽ, കൃത്യമായിട്ട് പറഞ്ഞു, കീർക്ക്ഗാർഡ്, നീഷെ. കീർക്ക്ഗാർഡ് എന്നൊക്കെ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയാണ്. അസ്തിത്വത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ അസ്തിത്വവാദികളെന്ന് പറയും, എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്നു. ഇപ്പം നീഷെ, ഇവരെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ തിയോളജി, ഇവരുടെ ഫിലോസഫി, ഇവരുടെ ദർശനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആസ്തികരായിട്ടുള്ള ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ചിന്തകരാണ്. നീഷെ എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ല എന്ന് ചിന്തിക്കുന്ന ഇതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വൈദിക പരിശീലനത്തിൽ ഇതുപോലെയുള്ള ആളുകളുടെ ദർശനങ്ങളെക്കുറിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ ഏൻഷ്യൻ ഫിലോസഫി, സോക്രട്ടീസും ഒക്കെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക്, ക്രിസ്തുവിന് തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ മുമ്പ് പറഞ്ഞ മോഡേൺ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിനോടുകൂടി ജീവിച്ച ആൾക്കാർ, 18-നും 19-നും ഒക്കെ ഇടയ്ക്ക് ജീവിച്ച ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകളെക്കുറിച്ച് എന്തുകൊണ്ട് പഠിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ നോക്കുക? അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ ഗ്രഹണശക്തിക്ക് അതീതമായിട്ടുള്ള ചില സത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഗ്രഹണം പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കാത്ത ചില സത്യങ്ങളുണ്ട്. ബുദ്ധിക്ക് അതീതമായിട്ടുള്ള, ഗ്രഹിക്കാനായിട്ടുള്ള സാധിക്കാത്ത. ഉദാഹരണമായിട്ട് നമ്മൾ ദൈവവിശ്വാസികളാണ്, പക്ഷേ ദൈവത്തെക്കുറിച്ച് നമുക്ക്, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ദൈവത്തെക്കുറിച്ച്, സഭയുടെ വിശ്വാസബദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട്, വിശുദ്ധ ആഗസ്തീനോസൊക്കെ പറയുന്നത് പോലെ പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ചും ദൈവരഹസ്യങ്ങളെക്കുറിച്ചും അറിയുന്നത് ഫേസ് ടു ഫേസ് അവിടുത്തെ കാണുമ്പോഴാണ്. ദൈവത്തെ നമ്മൾ മുഖാമുഖം ദർശിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ ആ അറിവ് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അങ്ങനെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ ദൈവത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസബദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും വിശദീകരിക്കാനും തത്വശാസ്ത്ര ചിന്തയുടെ, പ്രത്യേകിച്ച് ഏൻഷ്യൻ ഫിലോസഫി, ഈ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരുടെ തത്വശാസ്ത്ര ചിന്തകൾ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് തോമസ് അക്വീനാസ്, ആഗസ്തീനോസ് തുടങ്ങിയ പണ്ഡിതർ, സഭാപിതാക്കന്മാരുടെയൊക്കെ ആയിട്ടുള്ള ആ രചനകളിലൂടെ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തോമസ് അക്വീനാസ് പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണല്ലോ, ഒരു സംഭാവനയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സുമ്മ തിയോളജിക്ക ഉള്ളതാണ്. അപ്പോൾ അത് ദൈവശാസ്ത്ര ഗ്രന്ഥവും തത്വശാസ്ത്ര ഗ്രന്ഥമാണ് ഒരേ സമയം. അദ്ദേഹം വലിയ ദൈവശാസ്ത്രജ്ഞനും താത്വികനുമായിരുന്നു, തത്വചിന്തകനുമായിരുന്നുള്ളതാണ്.
അപ്പോൾ അതിൽ ഉദാഹരണം അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളുടെ രാജ്ഞിയാണ്. ദൈവശാസ്ത്രത്തെ അങ്ങോട്ട് ഉയർത്തി കാണിക്കുന്നതാണ്, ശാസ്ത്രങ്ങളുടെ രാജ്ഞിയാണ്. അപ്പം തത്വശാസ്ത്രം എന്ന് പറയുന്നത് രാജ്ഞിയുടെ പരിചാരകയാണ്, ഹാൻഡ്മെയ്ഡാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്ഞിയുടെ പരിചാരകയാണ്, ദാസിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിൻ്റെ ദാസിയാണ് തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദാസി എപ്പോഴും സഹായിക്കുന്നതാണല്ലോ. അപ്പം ദൈവശാസ്ത്രത്തെ സഹായിക്കുന്ന ആണ് തത്വശാസ്ത്രം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ലെങ്കിലും അതിനകത്ത് കാര്യമുണ്ട്. അപ്പോൾ തത്വശാസ്ത്രത്തെ നമുക്ക് കുറച്ച് കാണിക്കേണ്ട, ദാസിയായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. തത്വശാസ്ത്രത്തിന് അതിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് ആ ചിന്തയ്ക്ക്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് തെളിവായിട്ട് 5 കാരണങ്ങൾ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുമ്മാ തിയോളജിക്കയിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 കാരണങ്ങൾ, അതായത് പ്രധാനമായിട്ടും അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ആണ്. വിശ്വാസത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനായിട്ട് തത്വശാസ്ത്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതിൻ്റെ കൺസെപ്റ്റ്സ്, അതിൻ്റെ ആശയങ്ങൾ, ഇതൊക്കെ ആവശ്യമാണ് യുക്തിപരമായിട്ട് വിശദീകരിക്കാനായിട്ട്. അദ്ദേഹം വിശദീകരിക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ മെറ്റഫിസിക്സ്, ഭൗതികാതീതമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെയും ലോജിക്കിൻ്റെയും, അതായത് ലോജിക്ക് എന്ന് പറയുന്ന തർക്കശാസ്ത്രം അല്ലെങ്കിൽ യുക്തിശാസ്ത്രം എന്ന് പറയാവുന്ന, അതും ഈ ഫിലോസഫിയുടെ ഒരു വിഭാഗമാണ്. മെറ്റഫിസിക്സ്, ലോജിക്ക്, എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞ വിഭാഗമാണ്. അപ്പോൾ അദ്ദേഹം മെറ്റഫിസിക്സിൻ്റെ ഭൗതിക അതീതമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെ തന്നെ യുക്തിശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അതായത് അതിലൊരു കാരണം ഞാൻ പറയാം, ഒരു കാര്യം പറയാം. അതായത് 5 കാര്യങ്ങളിൽ ഒന്ന്, നിലവിലുള്ള എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും, ഒരു കോസ് ഉണ്ടായിരിക്കണം. കോസ് ആൻഡ് ഇഫക്റ്റ് ആണ്. അതായത് നിലവിലുള്ള എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, പ്രപഞ്ചം ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ അസ്തിത്വത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ആ കാരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് അവസാനം എത്തിക്കുന്ന ഒരു ആദി കാരണമാണ്. ഈ കാരണത്തെക്കുറിച്ച് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയല്ല. അങ്ങനെ നീട്ടിയൊരു ശൃംഖലയായിട്ടങ്ങ് പോയി ഒരിടത്തും എത്താത്തൊരു കാരണമാകുകയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത്, എല്ലാ കാരണങ്ങളുടെയും കാരണമുണ്ട്, അതിന് കാരണമില്ല, അതെപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് അത് അരിസ്റ്റോട്ടിലിൻ്റെ ചിന്ത, അതിന് അദ്ദേഹം സഹായകമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അരിസ്റ്റോട്ടിലിൻ്റെ ചിന്ത അദ്ദേഹം സഹായമായിട്ട് വിശദീകരിക്കാനായിട്ട്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് നമ്മൾ പറയും. അതായത് സത്താപരമായിട്ടുള്ള വിശുദ്ധ കുർബാന നടക്കുന്ന ഒരു അത്ഭുതമാണ്. അതായത് നമ്മൾ സമർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്ന ആ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു സത്യം. ഇംഗ്ലീഷിൽ അതിന് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നു. അത് സത്താമാറ്റം അല്ലേ, സബ്സ്റ്റൻസിൻ്റെ മാറ്റം, സത്തയുടെ മാറ്റം, രൂപം മാറുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് അദ്ദേഹം അരിസ്റ്റോട്ടിലിൻ്റെ ഒക്കെ ഈ ഫിലോസഫേഴ്സിൻ്റെ ചിന്തയാണ്. അതായത് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ഫോം, സത്ത, രൂപം. ഒരു വസ്തുവിന് സത്തയുണ്ട്, അതിൻ്റെ രൂപമുണ്ട്. ഒരു വ്യക്തിക്ക് സത്തയുണ്ട്, സബ്സ്റ്റൻസ്, അതിൻ്റെ രൂപമുണ്ട്. അപ്പം വസ്തുവിൻ്റെ സബ്സ്റ്റൻസ്, അതിൽ രൂപമാറ്റമുണ്ട്. ഒരു വ്യക്തിയുടെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ശിശുവായിരിക്കുന്ന രൂപമല്ല കൗമാരത്തിൽ രൂപം, കൗമാരത്തിൻ്റെ രൂപമല്ല വാർദ്ധക്യത്തിലെത്തുമ്പോഴത്തേക്കും രൂപമാറ്റമുണ്ട്. സബ്സ്റ്റൻസിൽ മാറ്റം ഉണ്ടാവില്ല, ആ വ്യക്തി തന്നെയാണ്. ഇതൊക്കെ ഈ ഫിലോസഫേഴ്സിൻ്റെ ഒരു ഇതാണ്. ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ നേരെ തിരിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. രൂപത്തിൽ മാറ്റമില്ല വിശുദ്ധ കുർബാനയിൽ, നിറത്തിൽ മാറ്റമില്ല, രൂപത്തിൽ മാറ്റമില്ല, പക്ഷേ സബ്സ്റ്റൻസിൽ മാറ്റമുണ്ട്, സത്തയിൽ മാറ്റമുണ്ട്. അപ്പം ഈശോയുടെ
തിരുശരീരമായിട്ടും വീഞ്ഞ് തിരുരക്തമായിട്ടും മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇത് വളരെ ആഴമായ ഒരു ചിന്തയാണ്. നമുക്കിത് തുടർന്ന് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഇത് നിർത്താൻ, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയം. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വൈദിക പരിശീലനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ തത്വശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തത്വശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തി എന്താണ്, വൈദിക പരിശീലനത്തിൽ ഫിലോസഫി പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് കാണാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായി ഇത്രയും സമയം പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടെ നന്ദി, നമസ്കാരം.